സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിൽ നിന്ന് തിരികെ ലഭിക്കാനുള്ള മൃതദേഹങ്ങളിൽ 2 കൂടി ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ലഭിക്കാനുള്ള മൃതദേഹങ്ങളുടെ എണ്ണം 11. അതിനിടയിലൂടെ ജെറൂസലേം ഗവർണറേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ പേരിന് മാത്രം ഉള്ള ഒരു സാധനമാണ്. നമ്മളിപ്പം തിരുവിതാംകൂർ രാജാവ് എന്നൊക്കെ പറയും. ഇന്നിപ്പോൾ തിരുവിതാംകൂർ രാജാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. രാജാവാണെന്നും പറഞ്ഞ് കസേരയിരിക്കാം. ഒരാൾ മരിക്കുമ്പോൾ അടുത്തയാളെ രാജാവായിട്ട് പാഴിക്കാം. അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ അവർക്ക് യാതൊരു അധികാരമില്ല എന്ന് പറയുന്നത് പോലെ ഈ ജെറുസലേം ഗവർണറേറ്റ് എന്ന് പറയുന്ന പാലസ്റ്റീൻ അതോറിറ്റിയുടെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അവർ ഈ ഈസ്റ്റ് ജെറുസലേമിൻ്റെ അധികാരികൾ തങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. ഈ ഈസ്റ്റ് ജെറുസലേം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള സ്ഥലമാണ്. അത് ഇസ്രായേലിൻ്റെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഈ പറഞ്ഞ ഈ ജെറുസലേം ഗവർണറേറ്റിൻ്റെ ഗവർണറായിട്ടുള്ള ആൾക്ക് പോലും അതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. പക്ഷെ അവരങ്ങനെ ഒരു ഗവർണറേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എങ്ങാനും ഏതെങ്കിലും കാലത്ത് പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെട്ടാൽ അതിൻ്റെ തലസ്ഥാനമായി അവർ കണ്ടുവച്ചിട്ടുള്ളത് ഈ ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന കിഴക്കൻ ജെറുസലേമാണ്. നമുക്കറിയാവുന്നതുപോലെ ജെറുസലേം 1948 ഇസ്രായേൽ രാജ്യം രൂപീകൃതമായപ്പോൾ അന്ന് UN ഇസ്രായേൽ രാജ്യം രൂപീകരിച്ച് കൊടുത്ത സമയത്ത് ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ പാലസ്തീനിൻ്റെയോ ഭാഗമായിരുന്നില്ല. അത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പിന്നെ മുസ്ലിങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്ക് അത് ഒരു ഇന്റർനാഷണൽ പ്രോപ്പർട്ടി ആയിട്ട് സൂക്ഷിക്കാം എന്ന ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്രായേൽ രാജ്യം രൂപീകൃതമായതിൻ്റെ ദ വെരി നെക്സ്റ്റ് ഡേ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തിരിച്ച് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിന്റെ ഭാഗമായി തന്നെ അവരെ ജെറുസലേമിന്റെ പകുതി, അതിന്റെ വെസ്റ്റേൺ പാർട്ട് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ വാസ്തവത്തിൽ ഈസ്റ്റേൺ പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. കാരണം എല്ലാ റിലീജിയസ് മോണ്യുമെന്റ്സും നിൽക്കുന്നത് ഈസ്റ്റേൺ പാർട്ടിലാണ്. ഈ ജൂതന്മാരുടെ ദേവാലയമായിട്ടുള്ള ജെറുസലേം ദേവാലയം നിൽക്കുന്നതും ഈ ഈസ്റ്റ് ജെറുസലേമിലാണ്. 1967 വീണ്ടും അറബികൾ ഒരു തവണ കൂടി യുദ്ധത്തിന് ചെന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേൽക്കാർ അവരുടെ ഇസ്രായേൽ ഈ പാലസ്തീനികൾക്ക് ഭാഗിച്ചു കൊടുത്ത സ്ഥലം മുഴുവനും കൊണ്ട് പിടിച്ചെടുത്തു. ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അത് മൊത്തം കൊണ്ട് പിടിച്ചെടുത്തു. അപ്പോൾ ആദ്യത്തെ യുദ്ധത്തിൽ 48 യുദ്ധത്തിൽ ഈ ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ജോർദാന്റെ കയ്യിലായിരുന്നു. യുദ്ധം നിർത്തുന്ന സമയത്ത് ജോർദാന്റെ കൈവശമായിരുന്നു. അത് ഈ ഗാസ പോലത്തെ റീജിയണൊക്കെ അന്ന് ഈജിപ്തിന്റെ കയ്യിലായിരുന്നു. ഈ 67 യുദ്ധത്തിൽ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഗാസായും കൂടാതെ സീനായും പിടിച്ചു. സീനായ് എന്ന് പറയുന്ന പ്രദേശം കൂടി പിടിച്ചു. കൂടാതെ ഈ ജോർദാന്റെ കയ്യിൽ നിന്ന് ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ പിടിച്ചെടുത്തു 67 യുദ്ധത്തിൽ. പിന്നെ ഈജിപ്തെ കരഞ്ഞു വിളിച്ച് കാല് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സീനായ് മരുഭൂമി ഈജിപ്തിന് വിട്ടുകൊടുത്തു. ഗാസായും വെസ്റ്റ് ബാങ്കും ഒക്കെ ഇസ്രായേൽ കയ്യിൽ വെച്ചു. പിന്നീട് ഓസ്ലോ അക്കോർഡ്സിന്റെ ഭാഗമായി ഈ പാലസ്തീനികൾക്ക് ഭാഗിക അധികാരം നൽകിക്കൊണ്ട് വെസ്റ്റ് ബാങ്ക് അവർക്ക് വിട്ടുകൊടുത്തു, ഗാസ റീജിയണും വിട്ടുകൊടുത്തു. അപ്പോഴും ഈ ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന ഭാഗം ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം അവിടെയാണ് അവരുടെ ലോകത്തിലെ ഒരേ ഒരു ദേവാലയം നിലനിന്നിരുന്ന സ്ഥലമുള്ളത്. ഇന്ന് ആ സ്ഥലത്തിന്റെ മുകളിൽ ഒരു മുസ്ലിം മസ്ജിദാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതിന്റെ പേര് അൽ അഖ്സ എന്ന് പറയുന്ന ഒരു മസ്ജിദാണ്, ഒരു മുസ്ലിം മോസ്കാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഇത് വലിയ ചരിത്രമുള്ള സ്ഥലമാണ്. 637 ഉമൈദ് ഖാലിഫ് എന്ന് പറഞ്ഞ 2ാമത്തെ ഖാലിഫായാണ്. അദ്ദേഹം ഈ ജെറുസലേം ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് 637. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ റോമാ സാമ്രാജ്യവുമായിട്ട് ജൂതന്മാർ നിരന്തരമായി കലഹത്തിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് AD 70 ഈ റോമാ സാമ്രാജ്യം ഈ ജൂതന്മാരെ നശിപ്പിച്ചു കളയാം, മുച്ചൂട് മുടിച്ചു കളയാണ് ചെയ്തത്. അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് അവരെ പായിച്ചു കളഞ്ഞു ഇസ്രായേൽ പ്രദേശത്ത്. അങ്ങനെയാണ് ലോകം മുഴുവൻ ചെതറിപ്പോയത്. അപ്പോൾ ലോകം മുഴുവൻ ചെതറിപ്പോവാൻ ബാബിലോണിയൻ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ 750 യുദ്ധം മുതലുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് കാലമായിട്ട് അവിടെ നിന്ന് ഇസ്രായേൽക്കാർ ഓടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അവസാനത്തെ ഗോത്രങ്ങൾ, യൂദാഗോത്രമൊക്കെ ഏറ്റവും അവസാനം വരെ പിടിച്ചു നിന്നവരാണ്. അവരെയൊക്കെ പായിപ്പിച്ചത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞത് ഈ റോമാ സാമ്രാജ്യമാണ്. അപ്പൊ അതിന്റെ ജൂതന്മാരോടുള്ള എങ്ങനെയൊക്കെ അവരെ നശിപ്പിച്ചാൽ അവർ വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഈ റോമാ സാമ്രാജ്യം അന്ന് അവരുടെ ആ ദേവാലയം, യഹൂദ ദേവാലയം പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല,
ആ പട്ടണത്തിൽ വസിച്ചിരുന്ന ആളുകളോട്, ജൂതരെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. പിന്നെ നാമമാത്രമായി മാത്രമേ അവിടെ ജൂതരുള്ളൂ. ബാക്കിയുള്ള മനുഷ്യരോട്, അവിടെ ഇൻവൈഡ് ചെയ്ത് വന്ന് താമസിച്ചവരോട്, റോമാ സാമ്രാജ്യത്തിലെ പാഗൻ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളോട് അവിടുത്തെ എല്ലാ വേസ്റ്റും കൊണ്ട് ഇതിന്റെ മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ ദേവാലയം ശരിക്കും 10-15 മീറ്റർ, ഈ ദേവാലയത്തിന്റെ പിന്നെ ശേഷിപ്പുകളൊക്കെ ഒരു 10-15 മീറ്ററോളം ഡെബ്രികളുടെ അടിയിലായിപ്പോയി. ഈ പലതും കൊണ്ട് തട്ടി ഇതൊരു 15 മീറ്റർ അടിയിലായിപ്പോയി. അപ്പൊ അങ്ങനെ അത് കുറെ വർഷം കൊണ്ട് സംഭവിച്ചതാണ്. ഇപ്പൊ റോമാ സാമ്രാജ്യം ഇവരോട്, ഈ ജൂതന്മാരോടും അവരോട് കാണിച്ച വലിയൊരു ദേഷ്യം അവരുടെ ദേവാലയത്തിന്റെ മുകളിൽ ഇവരെ തീർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഒരു കുന്നിന്റെ മുകളിൽ മതിൽ കെട്ടിപ്പൊക്കിയ ഒരു സ്ഥലമാണ്. 4 ഭാഗവും മതിലുണ്ട്. ഏകദേശം 40 ഏക്കർ സ്ഥലമാണ് ഈ ടെമ്പിൾ മൗണ്ടിൽ വരുന്നത്. പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോഴുള്ള നിർമ്മിതികളൊക്കെ ഉള്ളത്. ആ നിർമ്മിതി പ്രധാനമായിട്ടും ഇപ്പോഴുള്ളത് ഈ മുസ്ലിം മസ്ജിദാണ്. അതിന്റെ പേര് അൽ അക്സ മോസ്ക് എന്നാണ്. അപ്പൊ ഈ ദേവാലയം ഇങ്ങനെ അടിയിലായിപ്പോയി. ഇതിന്റെ മുകളിൽ പിന്നീട് 630, പിന്നീട് നമുക്കറിയാവുന്നതുപോലെ 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് പിന്നീട് എഡിക്റ്റ് ഓഫ് മിലാൻ വരുന്നതും അങ്ങനെ ക്രിസ്തുമതത്തോടുള്ള വിരോധം അവർ അവസാനിപ്പിക്കുന്നത്. അതിനു മുൻപ് ക്രിസ്തുമതത്തോടും വിരോധമായിരുന്നു, യൂദായിസത്തോടും വിരോധമായിരുന്നു. അവർക്ക് റോമാ സാമ്രാജ്യത്തിലെ ദൈവം എന്ന് പറയുന്നത് റോമൻ രാജാവ് തന്നെയായിരുന്നു. അതായിരുന്നു റോമാ സാമ്രാജ്യത്തിലെ രീതി. റോമാ സാമ്രാജ്യത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രമുഖ പ്രതിഷ്ഠ എന്ന് പറയുന്നത് റോമൻ രാജാവ് തന്നെയാണ്. അപ്പൊ രാജാവിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് 312 ഒരു സ്വപ്നമുണ്ടാവുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ കാണുന്നു. പിന്നീട് 313 എഡിക്റ്റ് ഓഫ് മിലാൻ വരുന്നു. പിന്നീട് ഒരു 10-20 വർഷം കൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം മാറുന്നു. അങ്ങനെ എൻറ്റയർ മുഴുവൻ ക്രിസ്ത്യാനികളായി മാറുന്നു. അപ്പൊ ഈ ജ്യൂസിനോട് ഈ റോമാ സാമ്രാജ്യത്തിന് പ്രത്യേകിച്ച് വിരോധമോ അല്ലെങ്കിൽ താല്പര്യമോ ഇല്ലാത്ത കണ്ടീഷനിലേക്ക് എത്തിയിരുന്നു ആ ഒരു കാലത്ത്. അവരെ നിർബന്ധിച്ച ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ചെയ്തിട്ടില്ല. പക്ഷെ പ്രത്യേകിച്ച് മമതയുമില്ല, വിരോധവുമില്ല. മറ്റ് പാഗൻ റിലിജിയൻസ്, ഇതിൽ പെടാതെ നിൽക്കുന്ന കുറെ പാഗൻ റിലിജിയൻസ് ഉണ്ട്. അതിനോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമാണ് അദ്ദേഹം നിലനിർത്തിയത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കാലിഫമാര് വരുന്ന കാലം വരെയും ക്രിസ്ത്യാനികളായിട്ടുള്ള റോമാ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊരിക്കലും അതിന്റെ മുകളിൽ ഒരു പള്ളി പണിയാനും ശ്രമിച്ചിട്ടില്ല. കാരണം ക്രിസ്തുവിനെ ദൈവത്തിന് സമർപ്പിച്ച ദേവാലയമാണ്. പിന്നെ ക്രിസ്തുവിന്റെ ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട ഒരു ദേവാലയമാണ്. അങ്ങനെ ബന്ധമുള്ള ഒരു ദേവാലയത്തിന്റെ മുകളിൽ നമുക്കൊരു പള്ളി പണിതേക്കാം എന്ന ഒരു ചിന്ത ഒരിക്കലും ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം അത് മറ്റൊരു വിഭാഗത്തിന്റെ ഒരു ദേവാലയം നിലനിന്ന സ്ഥലമാണ്, അത് കയ്യേറുന്ന മര്യാദകേടാണ് എന്നറിയാമായിരുന്നത് കൊണ്ട് നമ്മളതൊരിക്കലും ചെയ്തില്ല. പക്ഷേ ഈ പറയുന്ന 637 ഇവിടെ എത്തിയ ഉമൈദ് കാലിഫറ്റ്, അവർക്ക് ആ സ്ഥലത്തിന്റെ പ്രാധാന്യം അറിയാം. എത്തിയ കാലം മുതൽ തന്നെ അവർ ശ്രമിച്ചിരുന്നത് അവിടെ എങ്ങനെയെങ്കിലും ഒരു മുസ്ലിം മോസ്ക്, ഒരു മസ്ജിദ് പണിതുണ്ടാക്കാനാണ് അവർ ആദ്യം മുതലേ താല്പര്യം പ്രകടിപ്പിച്ചത്. ആദ്യം തന്നെ അതിന്റെ ചെറിയ സ്ട്രക്ചേഴ്സ് പണിത് ഏകദേശം 687 ഒക്കെ ആകുമ്പോഴേക്കും വലിയ ഒരു മോസ്ക് അവരവിടെ നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. ഈ യഹൂദരുടെ ഈ ദേവാലയത്തിന് മുതുകത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഈ സാധനം നിർമ്മിക്കണം എന്നുള്ളത് ഈ നിരന്തരമായിട്ടുള്ള ഇസ്ലാമിക അധിനിവേശത്തിന്റെ ആദ്യം മുതലേ ഇവർ കൊണ്ട് നടക്കുന്ന ഈ ഇസ്ലാമിക് അധിനിവേശികൾ കൊണ്ട് നടക്കുന്ന അധിനിവേശ താല്പര്യങ്ങളുടെ വ്യക്തമായൊരു പ്രകടനമാണ്. അതിന് അവരൊരു കഥയും ഉണ്ടാക്കി. അവിടുന്ന് മുഹമ്മദ് നബി സ്വർഗത്തിലേക്ക് പോയത് ഈ വഴിക്കാണ്. പിന്നെ അവിടുന്ന് എന്തോ കുതിരയുടെ പുറത്തോ എന്തോ ഒരു സാധനത്തിന്റെ പുറത്ത് കയറി മക്കയിൽ നിന്ന് ഇവിടെ വന്നു ശേഷം പുള്ളി അതിന്റെ മുകളിൽ കയറി മേലോട്ട് പോയി ഒരു കഥയുണ്ടാക്കി. അവന് കഥയുണ്ടാക്കുന്ന കാര്യത്തിൽ ഈ കൂട്ടർ വളരെ മിടുക്കരാണ്. അപ്പം അത് മേലോട്ട് പോയിട്ട് ഞങ്ങളുടെ സ്ഥലമാണ് ഇനി മുതലാണ്. അങ്ങനെ അവിടെ മോസ്കായി. അപ്പൊ ഈ ദേവാലയം ഇതിനിടെ കിടക്കുന്നു. ഒരു കാര്യം ഓർക്കേണ്ടത്, യഹൂദന്മാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ദേവാലയം ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് ലോകത്തിൽ ഒരേ ഒരു ദേവാലയം ഉള്ളൂ. അത് ഈ ടെമ്പിൾ മൗണ്ടിന്റെ മുകളിൽ ഉണ്ടായിരുന്ന, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള കുന്നായിരുന്നു. ആ നാച്ചുറൽ ആയിട്ടുള്ള കുന്നിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഈ ദേവാലയമാണ്. ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് മോറിയ മലയാണ്. പഴയ നിയമത്തിൽ പറയുന്ന മോറിയ മലയാണ്. അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ മലയാണത്. അപ്പോൾ അബ്രാഹാമിക് റിലീജിയൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സ്ഥലം, പ്രത്യേകിച്ച് യൂതന്മാരെ സംബന്ധിച്ച് അതിപ്രധാനമായ സ്ഥലം. കാരണം ലോകത്തിൽ അവർക്കുള്ള ഒരേ ഒരു ദേവാലയം എന്ന് പറയുന്നത് ഈ ദേവാലയമാണ്. അപ്പം ആ ദേവാലയത്തിന് മുകളിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ സാധനം വെച്ചു. അപ്പൊ പിന്നീട് ഇത് 1967 യുദ്ധത്തിന് ശേഷം ഇത് ഇസ്രായേലിന്റെ കയ്യിൽ വന്ന ഉടനെ തന്നെ അവിടെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ ജെറുസലേം ഗവർണറേറ്റിനെ കുറിച്ചാണ്. ജെറുസലേം ഗവർണറേറ്റിനെ കുറിച്ച് പറയാനുണ്ടായ കാരണം, ഈ ജെറുസലേം ഗവർണറേറ്റ് ഈ ദിവസങ്ങളിൽ വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിച്ചു.
ഈ ടെമ്പിൾ മൗണ്ടിന്റെ അടിയിൽ കൂടെ മൊത്തം ഇസ്രായേൽക്കാർ ആർക്കിയോളജി എന്ന് പറയുന്നത് തുറന്ന് ഈ മോസ്ക് ഇപ്പൊ താഴെ വീഴുന്ന അവസ്ഥയിലായി പോയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞ ഒരു ആരോപണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കുറച്ചു നാളായിട്ട് ഇങ്ങനെ എയറിലുള്ള ഒരു ആരോപണമാണ്. പക്ഷെ ഇത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഈ ജെറുസലേം ഗവർണറേറ്റ് എന്ന് പറയുന്ന കടലാസ് ഗവർണറേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഇത് തുറന്നു തുടങ്ങിയത് ഇസ്രായേൽക്കാരല്ല. ഇസ്രായേൽക്കാർ ആദ്യം അതിന്റെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആർക്കിയോളജിക്കൽ എക്സ്പേർട്സിനെ വെച്ചുകൊണ്ട് വളരെ സയന്റിഫിക് ആയിട്ടാണ് അവർ ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 1980-കളില് ഈ ജോർദാന്റെ നേതൃത്വത്തിൽ ഒരു ടീം എക്സ്കവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഏകദേശം ഈ മൗണ്ടന്റെ അടിയിൽ നിന്ന് ഏകദേശം 3000 ട്രക്ക് ലോഡ് മണ്ണ് കടത്തിക്കൊണ്ടുപോയി. ഇവരിത് കടത്തിക്കൊണ്ടുപോയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിന്റെ അടിയിലുള്ള യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ മൗണ്ടിന്റെ ഈ കുന്നിന്റെ ചുവട്ടില് കുഞ്ഞുകുന്നാണ്. ഈ കുന്നിന്റെ ചുവട്ടില് വലിയൊരു തുരങ്കം ഉണ്ടാക്കിയത് ആദ്യം ഇവർ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ആദ്യം ഈ പണി ചെയ്തു വെച്ചത്. ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് ആദ്യം ഈ പണി ചെയ്തു വെച്ചത്. അവര് ഇത് തുറന്നു വെച്ചു. പിന്നീട് ഒരുപക്ഷെ ഇസ്രായേൽക്കാർ ഇത് ചാൻസ് ആയി കണ്ടിട്ടുണ്ടാവാം. അവര് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ എന്ന് പറഞ്ഞ് ഇതിനകത്തൂടെ തലങ്ങും വിലങ്ങും ഒക്കെ തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ കണ്ടുപിടിച്ചു ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടുകൾ വരാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിപ്പോ എട്ടുകാലി വില പോലെ ഇതിലെയും സർവ്വ സ്ഥലത്തൂടെയും തുറന്നു വെച്ച് ഈ പള്ളി ഇപ്പം ഈ മസ്ജിദ്, ഈ മോസ്ക് ഇത് എപ്പോൾ താഴെ വീഴും എന്നുള്ള അവസ്ഥയിലായി പോയിട്ടുണ്ട് എന്നാണ് ജെറുസലേം ഗവർണറേറ്റ് പറയുന്നത്. ഇസ്രായേൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അപ്പൊ അവർ പറയുന്നത് ഞങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള എക്സ്കവേഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഈ മോസ്ക് പൊളിക്കാൻ, മസ്ജിദ് പൊളിക്കാനുള്ള ശ്രമമൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആദ്യം മണ്ണെടുത്ത ഒരു സംഗതി അത് ശാസ്ത്രീയമായിട്ട് ചെയ്തൊരു പരിപാടിയല്ല. അതിന്റെ പേരിൽ ഈ സാധനം താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളുമല്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന, ഇസ്രായേൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന റെസ്പോൺസുകൾ സൂചിപ്പിക്കുന്നത്. ഈ കൂടാതെ ഈ അടുത്ത കാലത്ത് ബെൻഗുറിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഈ നെതന്യാഹു മന്ത്രിസഭയിലെ ഒരു അംഗമാണ് ബെൻഗുർ, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പലതവണ ടെമ്പിൾ മൗണ്ട് അവര് വിസിറ്റ് ചെയ്യുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യും. അതിന്റെ പേരിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് എത്രയും വേഗം 3-ാം ജെറുസലേം ദേവാലയം ഉയരണം എന്നുള്ളത് അവരുടെ വലിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി അവര് ബലി കൊടുക്കാനുള്ള പശുക്കളെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ പ്രീസ്റ്റുകളെ, ദറ്റ് മീൻസ് പുരോഹിതന്മാരെ അവർ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതൊരു ഒരു ആൻസൈറ്റി, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടോ, ഈ മോസ്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ, അത് അവിടെ 3-ാം ജെറുസലേം ദേവാലയം ഉയരുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ലോകത്തെ മുഴുവൻ ഒരു താല്പര്യത്തിലും ഉത്കണ്ഠയിലും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക, പിന്നെ എങ്ങനെയാണ് ഒരു വിഷയത്തെ നേരിടുക എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഉത്കണ്ഠ ലോകരാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്.